ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വലിയ നോമ്പിൻ്റെ നാളുകളിൽ നാം ആയിരിക്കുന്നു. നമുക്ക് ദാനം ചെയ്ത ഈ ജീവിതത്തിൽ ദൈവത്തോട് സ്തോത്രം ചെയ്ത് ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തി ദൈവത്തോട് ചേർന്ന് ജീവിക്കാം. ഇന്നത്തെ അല്പനേരത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് 10:46 മുതൽ 52 വരെ. അതിലെ 52-ാം വാക്യം, പോകുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രസ്തുത വേദഭാഗത്തിൽ യേശുവും ശിഷ്യന്മാരും വലിയ പുരുഷാരത്തോടൊപ്പം എരീഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ ബർത്തിമായി എന്ന കുരുടനെ സൗഖ്യപ്പെടുത്തുന്നതാണ് വേദഭാഗത്തിൽ നാം കാണുന്നത്. ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിക്കുന്നത് കേട്ടിട്ട് ശിഷ്യന്മാർ മിണ്ടാതിരുപ്പാൻ ശാസിച്ചെങ്കിലും ബർത്തിമായി മിണ്ടാതിരുപ്പാൻ തയ്യാറായില്ല. യേശു അവനെ അടുക്കൽ വിളിച്ച്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ യേശുവിനെ അനുഗമിച്ചു. യേശു തന്നെ സൗഖ്യപ്പെടുത്തുമെന്ന് ബർത്തിമായി വിശ്വസിച്ചിരുന്നു. അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ബർത്തിമായി അവൻ്റെ വിശ്വാസം കൈവെടിയാൻ തയ്യാറായില്ല. അതുപോലെ തന്നെ നാം ഓരോരുത്തരുടെ ജീവിതത്തിലും അനേകം പ്രതിസന്ധികൾ ഉണ്ടാകും. നമ്മെ തളർത്താൻ അനേകരുമുണ്ടാകും. പക്ഷെ നാം ഒരിക്കലും തളരരുത്. യേശുവിൽ നാം പൂർണ്ണമായും വിശ്വസിക്കണം. അവൻ നമ്മെ കൈവെടിയില്ല. നസ്രായനായ യേശു നമുക്ക് നന്മ വരുത്തും. നമ്മുടെ വിശ്വാസം ബർത്തിമായുടേതുപോലെ ആയിരിക്കണം. ദൈവം വലിയവനാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അവനിൽ വിശ്വസിക്കുന്ന ഏവനെയും അവൻ കരുതുന്നു എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഏത് പ്രതിസന്ധികളിലും നിന്നിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് അതിനെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയുമാറാകട്ടെ. ആമേൻ.